രാവിലെ തന്നെ എഴുന്നേറ്റുപാട് നമ്മുടെ ആത്തച്ചക്കയുടെ മരത്തിന്റെ ചോട്ടിലേക്ക് ആദ്യം ചെന്നത്. ഇന്നലെ നോക്കി വെച്ച ഒരു ആത്തച്ചക്ക ഉണ്ടായിരുന്നു പഴുക്കാനേ. അവിടെ ചെന്നപ്പോ ഞാനാകെ തകർന്നു പോയിന്ന്. ദേ കിടക്കണു സാധനം, എല്ലാം അവര് തിന്നിട്ട് പോയിന്ന്. നമ്മുടെ ഇരട്ടത്തലച്ചി കിളി ഉണ്ടല്ലോ, അവരേ ഇതൊക്കെ ചെയ്യുള്ളൂ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാന്ന്. ചക്കയോ പോയി, എന്നാ പിന്നെ കുരു പിടിച്ചേക്കാന്ന് വിചാരിച്ചു. കുരു ഇപ്പൊ തിന്നാൻ പറ്റൂലല്ലോ. എന്നാ പിന്നെ ഇന്നത്തെ പരിപാടി ഇവനെ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സൂചിയും പിന്നും ഒക്കെ എടുത്ത് അങ്ങോട്ട് കുത്തി കയറ്റി കയ്യിലും കയറ്റി. രക്തം കണ്ടു ഐശ്വര്യമായി. അങ്ങനെ ഐശ്വര്യത്തോടു കൂടി തുളച്ചു കഴിഞ്ഞു. അടുത്തത് പെയിന്റടിയാണ്. പെയിന്റടിയിൽ ഞാനൊരു ഭീകരയാണെന്ന് അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ആദ്യം തന്നെ സ്വർണ്ണം പൂശിയിരിക്കുന്നു. അടുത്തതായി ചുവപ്പിലിട്ടൊന്ന് മുക്കിയെടുക്കണം. ഇതുകൂടി കഴിഞ്ഞാൽ പെയിന്റടി അവസാനിച്ചിരിക്കുന്നു. അടുത്ത പരിപാടി കോർത്തെടുക്കലാണ്. കോർക്കലിന്റെ ആദ്യപടി ഗിയറും ലോക്കുമാണല്ലോ. ലോക്കിന്റെ ഇടയ്ക്കാണ് ഒരു കാര്യം ഓർത്തത്. ഈ ആത്തച്ചക്കാന്ന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തവരുണ്ടോ? ആത്തച്ചക്കാന്ന് സീതാപ്പഴം എന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. എന്നെ കേൾക്കുന്നവരിൽ ഇത് കഴിക്കാത്തവരുണ്ടോ? കഴിച്ചു കഴിഞ്ഞ ശേഷം എടുത്ത് മുഖത്ത് തേക്കാറുണ്ടോ? എന്തൊക്കെ പറഞ്ഞിട്ടും ആ സങ്കടങ്ങൾ മാറുന്നില്ലാന്ന് എന്തൊക്കെ വിചാരിച്ചു പോയതാ. രാവിലെ എടുത്ത് കഴിക്കാന്നും മുഖത്തെടുത്ത് തേച്ച് വെളുപ്പിക്കാന്നും ഒക്കെ വിചാരിച്ചതാണ്. പോയതൊക്കെ പോട്ടേന്ന്. എന്തായാലും നമ്മുടെ ആത്തച്ചക്കയുടെ കുരു എടുത്ത് ഇനി കഴുത്തിലിട്ടേക്കാന്ന്. അത് പാലക്കമാലയോ മാങ്ങാമാലയോ എന്ത് വേണമെങ്കിലും പേരിടാന്ന്. അപ്പം നമ്മുടെ മാലയുടെ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്